ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നാളെ ശേഷം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ അഖിൽ മാരാർ. കേരളം എന്നും അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഹിന്ദുക്കളെ ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ അത് സംഘിയാകും, ക്രിസ്ത്യാനികളെ ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ അത് കോൺഗ്രസ് ആകും, മുസ്ലിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ അത് മുസ്ലിം ലീഗ് ആകും. ഇതിനകത്ത് എല്ലാത്തിലും ഒരുമിച്ച് വരുന്ന ഒരാൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർക്ക് ദൈവമില്ല, മതമില്ല എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നു. പക്ഷേ അവർക്ക് വെറുതെ രാഷ്ട്രീയമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ നമ്മൾ പുതിയ പട്ടങ്ങൾ പേരുകളെ കൊടുക്കുന്നുണ്ടല്ലോ, സംഘി, കൊങ്ങി, കമ്മി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ സംഘി ആയിരുന്ന അഖിൽമാരാർ ഇപ്പോൾ സംഘി അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ കൊങ്ങിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചൂട് പിടിച്ച ചർച്ച. എനിക്ക് പറയാനുള്ള കാര്യം, അഖിൽമാരാർ 2 വീഡിയോ ആദ്യവും രണ്ടാമതുമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വീഡിയോയും രണ്ടാമതിനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അതിന് പുള്ളിയുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള രണ്ടാമത്തെ വീഡിയോയും നമ്മളെല്ലാവരും കണ്ടതാണ്. സോ ഒന്നാമത്തെ വീഡിയോയിൽ പുള്ളി പറഞ്ഞിട്ടുള്ള രാജ്യസ്നേഹിയായ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പുള്ളി ഒരുപാട് പറഞ്ഞു. അതിനകത്ത് തന്നെ എനിക്ക് വിയോജിപ്പുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ബലൂചിസ്ഥാനെ സംബന്ധിച്ച് പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യം എനിക്ക് വിയോജിപ്പുണ്ട്. കാര്യം, ഒരിക്കലും ഇന്ത്യ എന്നൊരു മഹാരാജ്യം ബലൂചിസ്ഥാനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചിട്ടില്ല. അങ്ങനെ സഹായിക്കുന്ന രാജ്യവുമല്ല ഇന്ത്യ. ലോകത്ത് ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു നിലപാട് ഇന്ത്യ എടുത്തിട്ടില്ല. കാര്യം, എല്ലായിടത്തും ഇന്ത്യ പോയിട്ട് സമാധാനം ചെയ്യണം, യുദ്ധം വേണ്ട, അങ്ങനെ വേണം, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുള്ള രാജ്യം മാത്രമാണ്. ഇന്ത്യക്ക് ഒരാൾക്ക് അങ്ങോട്ട് ആയുധം കൊടുത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് അവരെ എരികയറ്റി ഒരു രാജ്യം നശിപ്പിക്കാനുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. പക്ഷേ ബലൂചിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടിച്ചമർക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പാകിസ്ഥാനിൽ. അവർ മുമ്പേ അതിനുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിനൊക്കെ മുമ്പേ തന്നെ. ഇപ്പോൾ ഈ ഒരു അവസരം വന്നപ്പോൾ അവർ അത് മുതലെടുത്തു. അവരൊന്നുകൂടെ അടിച്ചു കയറി 51 സ്ഥലങ്ങളെന്തോ അവർ കൈയടത്തി എന്നൊക്കെ പറയുന്ന വാർത്തകൾ നമ്മൾ കേട്ടു. സോ ഈ സംഭവത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ അക്യൂസ് ചെയ്ത അഖിൽമാരുടെ പ്രവൃത്തി തികച്ചും തെറ്റായ ഒന്നാണ്. അത് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും അഖിൽമാരോടും എൻ്റെ വ്യക്തിപരമായ ഒരു അഭ്യർത്ഥനയാണ്. അത് തിരുത്തുക. തീർച്ചയായും അത് തിരുത്തേണ്ടതാണ്. അഖിൽമാർ പറഞ്ഞോട് അത് പലർക്കും തോന്നിക്കാണുമെന്നുള്ളത് അതൊക്കെ വെറുതെയാണ്. അങ്ങനെ ആർക്കും തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നുകയുമില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞു, മോദിയുടെ ട്രംപിൻ്റെ കാല് പിടിച്ചു, അമേരിക്കയുടെ ഈ സാധനങ്ങളൊക്കെ പറയുന്നത് ഒരു വികാരഭരിതനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു ഒക്കെ സമ്മതിച്ചു. പക്ഷെ ആ പറയേണ്ട സാഹചര്യം, ആ പറയേണ്ട സന്ദർഭം, ആ പറയേണ്ട പ്ലാറ്റ്ഫോം അത് തെറ്റിപ്പോയി അന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മളൊക്കെ ആയാലും നമ്മൾ ടി വിയുടെ ഫ്രണ്ടിലും നമ്മുടെ വീട്ടുകാരുടെ ഫ്രണ്ടിലും നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ പറയേണ്ട ഒരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്ര തുറന്ന് പറയുന്നത് എനിക്ക് വലിയ ശരിയായിട്ട് തോന്നിയില്ല. ഓക്കെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിനാശകാരിയായ ഒരു സാധനമാണ്. യുദ്ധത്തിനെ ആരും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഞാനും പേഴ്സണലി ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് അവസാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. 2027-28 ആകുമ്പോഴത്തേക്ക് 3-ാം സ്ഥാനത്തേക്ക്, ഫ്രാൻസിനെ തള്ളി 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന അതിമികച്ച രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സോ അവിടെ ഇങ്ങനൊരു യുദ്ധം വരുമ്പോൾ ആ വളർച്ചയിൽ ഒരു തടസ്സമുണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങൾക്ക് അതൊരു ഉപകാരമാകും. ചൈനയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ഉറപ്പായിട്ടും അത് അറിയാലോ, ഇന്ത്യ ഇങ്ങനെ വളരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ല. സോ ഇപ്പം ഇന്ത്യ ഈ യുദ്ധത്തിന് ഇപ്പം ഇന്ത്യ തിരിച്ചടിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോൾ തുർക്കി ഉടനെ ആളുകളെയും ആയുധങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുത്തു, അവരെ കൊണ്ട് അടിപ്പിക്കുന്നു, ചൈന കൊടുക്കുന്നുണ്ട്. സോ ഇത് നിൽക്കില്ല. കാര്യം നമ്മൾ കണ്ടാണല്ലോ, ഇപ്പോൾ ഉക്രൈൻ എന്ന രാജ്യത്തിന് ഇപ്പോൾ ചെറിയൊരു രാജ്യമാണ്, നമ്മളിപ്പോൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞിറങ്ങിയ റഷ്യ ഇപ്പോഴും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെങ്കിലും തിരിച്ച് റഷ്യയ്ക്കും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോഴും യുദ്ധം വർഷം കുറേയായിട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ നമുക്ക് ആരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെങ്ങനെ ഇതാക്കുമെന്നുള്ള കാര്യം. സോ അവർക്ക് നമ്മൾ കയറി അടിച്ച് തീർത്ത് പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുപോലെ തന്നെ POKയുടെ കേസ് തന്നെ, നമ്മളിപ്പോൾ POK ഫുള്ള് കടത്തി നമ്മൾ അങ്ങ് തിരിച്ച് പിടിക്കാമെന്ന് വെച്ചാൽ തന്നെ അത് POKയിൽ കണ്ട് ഒരുപാട് 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അതിലൊരു കുറച്ച് എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം 6 ലക്ഷം ആൾക്കാർ ഈ പറഞ്ഞ തീവ്രവാദി സ്വഭാവമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഇവരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ നാളെ ഇവർ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാക്കുമെന്നുള്ളതിന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങളെല്ലാം പഠിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുപാട് ചർച്ചകളും അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട്
മാത്രമാണ് ഇന്ത്യ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാറുള്ളൂ. ഈ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ് നടന്നത്. ഇന്ത്യ കണ്ടല്ലോ, ഈ ഒരു യുദ്ധം നടന്ന സമയത്ത് തന്നെ നമ്മളുണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളും പല പല ആൾക്കാർ വന്ന് മീറ്റിങ്ങും കാര്യങ്ങളും നടത്തി കൃത്യമായ പ്ലാനോട് കൂടി തന്നെയാണ് ഇന്ത്യ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് ഇന്ത്യ ഇന്ന് ആഘോഷിക്കുന്നതും എന്നും പറയുന്നത്. സോ അഖിൽ മാരാരിനോട് പറയാനുള്ളത്, അഖിൽ മാരാരിൻ്റെ രാഷ്ട്രീയം ഏതാണെങ്കിലും അഖിൽ മാരാരി പറഞ്ഞ പോലെ നിങ്ങളൊരു തികഞ്ഞ രാജ്യസ്നേഹി ആയതുകൊണ്ടും രാജ്യസ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും പല വികാരങ്ങളും ഉള്ളിൽ വന്നാലും ഒരു രാജ്യത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ അതിനകത്ത് വന്ന് ഇങ്ങനെയുള്ള കമൻസ് ദയവ് ചെയ്ത് പറയാതിരിക്കുക. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ള ആൾക്കാർ ഇത് കാണുന്ന പലർക്കും ഒരു കണ്ടൻറ്റ് മാത്രമായിട്ട് മാറും, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്കും അതൊരു പ്രശ്നമായിട്ട് മാറും.